സംസ്ഥാനത്ത് വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഡ്രൈ ഡേ ആചരിക്കാൻ തീരുമാനം. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച സർക്കാർ ഓഫീസുകളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കും. ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പകർച്ചവ്യാധി പ്രതിരോധത്തിനായി വിളിച്ചു ചേർത്ത കളക്ടർമാരുടെ യോഗത്തിലാണ് തീരുമാനം. അലക്സ് റാം മുഹമ്മദ് ചേരുകയാണ്. അലക്സ്, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന നിർദ്ദേശങ്ങൾ? ഇതിൽ പ്രധാനം, കഴിഞ്ഞ ദിവസം ഉന്നതതല യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട മന്ത്രി വീഴ്ച സമ്മതിക്കുകയായിരുന്നു. അതായത് പകർച്ചവ്യാധി പ്രതിരോധവുമായി ബന്ധപ്പെട്ട് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ, അത്തരം ശുചീകരണ പ്രവർത്തികൾ നടത്തുന്നതിൽ വീഴ്ചയുണ്ടായി, അതാരുടെയും കുറ്റമല്ല എന്ന ന്യായീകരണവും ആ വീഴ്ച തുറന്ന് സമ്മതിക്കുന്നതുമാണ് നമ്മൾ കണ്ടത്. ഇതുകൊണ്ടാണ് ഈ പകർച്ചവ്യാധികൾ വ്യാപിക്കാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. പൊതുവെയുള്ള ആരോഗ്യ വകുപ്പിന്റെ വിലയിരുത്തൽ അങ്ങനെയാണ്. സംസ്ഥാനത്തെ പ്രതിദിന പനിബാധിതരുടെ എണ്ണം 12,000-ന് മുകളിലാണ്. ഷിഗല്ല കേസുകളിൽ വർധനവുണ്ട്. ഡെങ്കിപ്പനി കേസുകൾ ദിവസേന വർദ്ധിക്കുന്നുണ്ട്. സമാനമായി തന്നെ ചിക്കൻ പോക്സ് കേസുകൾ, മലേറിയ കേസുകളിലൊക്കെ വർധനവുണ്ട്. അതായത് പകർച്ചവ്യാധികളുടെ ആകമൊത്തം വർധനവ് നിലനിൽക്കുന്നുണ്ട്. ഇതിനി താഴെത്തട്ടിലടക്കമുള്ള പ്രതിരോധ നടപടികൾ ഊർജിതമാക്കണമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് വിലയിരുത്തിയിരിക്കുന്നത്. ഇന്ന് ആരോഗ്യമന്ത്രി തന്നെ ജില്ലാ കളക്ടർമാരുടെയും അതുപോലെ DMOമാരുടെയും ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെയും യോഗം ഓൺലൈനായി വിളിച്ചു ചേർത്തിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. അത് ആഴ്ചയിൽ 3 ദിവസം ഡ്രൈ ഡേ ആചരിക്കാനുള്ള തീരുമാനമാണ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഈ പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി ഡ്രൈ ഡേ ആചരിക്കാനാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച സർക്കാർ ഓഫീസുകളിലും മറ്റു സ്ഥാപനങ്ങളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഷിഗല്ല ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ തടയുന്നതിനൊപ്പം ഡെങ്കിപ്പനി പടരാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്നും മന്ത്രി ഇന്നത്തെ യോഗത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ അടിസ്ഥാനത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള ആക്ഷൻ പ്ലാൻ അടക്കം രൂപീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുകയാണ്. ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.